ഇറാൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് അമേരിക്ക. പലസ്തീനിൽ ട്രംപിൻ്റെ ഇടപെടൽ ഒരിക്കലും അംഗീകരിക്കില്ലെന്നാണ് ഇറാൻ പറയുന്നത്. മാത്രമല്ല, ഇസ്രായേലിൻ്റെ കൂട്ടുപിടിച്ച് ഗസയിൽ പ്രതികൂല നടപടികളുമായി മുന്നോട്ടു പോയാൽ തിരിച്ചടി അമേരിക്ക ചിന്തിക്കുന്നതിന് അപ്പുറത്താവുമെന്നാണ് ഇറാൻ്റെ പ്രതികരണം. ഇത് വെറും വാക്കല്ല എന്ന സൂചനയാണ് ഇറാനിൽ നിന്ന് വരുന്നത്. ഇറാൻ്റെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോർപ്സ് പുതിയ ഡ്രോൺ കാരിയർ സ്വന്തമാക്കിയിരിക്കുന്നു. ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ച ഷാഹിദ് ബഗേരി ഡ്രോൺ കാരിയർ തെക്കൻ ഇറാനിലെ ബാന്ദർ അബ്ബാസ് നഗരത്തിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് സൈന്യത്തിൻ്റെ ഭാഗമായത്. 180 മീറ്റർ റൺവേയുള്ള ഈ കാരിയറിൽ ഡ്രോണുകൾക്കും ഹെലികോപ്റ്ററുകൾക്കും ലാൻഡ് ചെയ്യാം. കടലിൽ 22,000 നോട്ടിക്കൽ മൈൽ ദൂരം സഞ്ചരിക്കാൻ ഈ കാരിയറിന് കഴിയും. കൂടാതെ വിവിധ തരം ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും ഇതിൽ ഘടിപ്പിക്കാൻ കഴിയും. മിസൈൽ സൂക്ഷിക്കുന്നതിനുള്ള ഭൂഗർഭ അറകളുടെ ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടിരുന്നു. മാത്രമല്ല, പുതിയ മിസൈലുകളുടെ നിർമ്മാണം ആരംഭിക്കാൻ പോവുകയാണെന്നും ഇറാൻ അറിയിച്ചിരുന്നു. ഉറങ്ങാത്ത അഗ്നിപർവ്വതം എന്നാണ് ഈ ഭൂഗർഭ കേന്ദ്രത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അജ്ഞാത സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ അറയിൽ വലിയ അളവിൽ ആയുധങ്ങൾ ശേഖരിക്കാനും രഹസ്യമായി അവ പ്രയോഗിക്കാനുമുള്ള സംവിധാനങ്ങളുണ്ട്. ഒക്ടോബറിലും ഏപ്രിലും ഇസ്രായേലിനെതിരെ നടത്തിയ പ്രവർത്തനങ്ങൾ ഈ ഭൂഗർഭ മിസൈൽ ബേസ് ഉപയോഗിച്ചുകൂടിയാണ് നടത്തിയതെന്നാണ് ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. മോക്ക് ഡ്രില്ലുകളും ആയുധങ്ങളുടെ പരീക്ഷണ ലോഞ്ചിങ്ങും ഇറാൻ ഈ മാസം നടത്തുമെന്ന് ജനറൽ അലി മുഹമ്മദ് നൈനി മുന്നറിയിപ്പ് നൽകി. ദിവസങ്ങൾക്ക് ശേഷമാണ് ഭൂഗർഭ അറയുടെ വീഡിയോ പുറത്തുവിട്ടത്. ഇറാൻ വികസിപ്പിച്ച 1000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഡെസ്ഫുൾ പോലുള്ള നൂതന മിസൈലുകളും ഷാഹദ് 136B പോലുള്ള ഡ്രോണുകളും രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖലയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നവയാണ്. ഇറാൻ്റെ ആയുധശേഖരം കൂടുതൽ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. 120 കിലോമീറ്റർ ദൂരമുള്ള ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലായ ഫാത്ത് 360, 2019 പുറത്തിറക്കിയ ഇടത്തരം ബാലിസ്റ്റിക് മിസൈലായ ഡെസ്ഫുൾ എന്നിവയ്ക്ക് 1000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള വസ്തുക്കളെ തകർക്കാൻ ശേഷിയുള്ളതാണ്. അതുപോലെ തന്നെ ശ്രദ്ധേയമാണ് ഇറാൻ്റെ ഡ്രോൺ ഫ്ലീറ്റും. 500 മീറ്റർ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഗർഭ അറയിൽ വ്യോമാക്രമണത്തിൽ നിന്നും ആയുധങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിൽ സിംഗ് മൊബൈൽ ലോഞ്ചറുകൾ, വെടിമരുന്ന് ശേഖരം, മറ്റ് സെൻസിറ്റീവ് ഉപകരണങ്ങൾ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. ആക്രമണങ്ങൾ ഉണ്ടായാൽ ദ്രുതഗതിയിൽ ആയുധ വിന്യാസം നടത്തുന്നതിനുള്ള സംവിധാനവും ഇവയിലുണ്ട്. സൈനിക യൂണിറ്റുകൾക്കിടയിൽ ആശയവിനിമയവും ഏകോപനവും സുഗമമാക്കുന്ന ഭൂഗർഭ കമാൻഡ് സെൻ്ററുകളായി പ്രവർത്തിക്കാൻ ഇവയ്ക്ക് കഴിയും. എതിരാളികളുടെ സൈനിക ആയുധ കേന്ദ്രങ്ങൾ തകർത്ത് അവരെ ദുർബലമാക്കുന്ന യുദ്ധതന്ത്രമാണ് ഇസ്രായേൽ തുടർന്നു വരുന്നത്. ഗസയിലും ലെബനനിലുമൊക്കെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ നാം കണ്ടതാണ്. എന്നാൽ ഇറാൻ്റെ പുതിയ ഭൂഗർഭ അറകൾ ഇസ്രായേലിൻ്റെ ഇത്തരത്തിലുള്ള യുദ്ധതന്ത്രങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുമെന്നതിൽ സംശയമില്ല. അവരുടെ ആയുധപ്പുരകളുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കൽ അത്ര എളുപ്പമാകില്ല. ഇത് ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് മേലുള്ള വ്യോമാക്രമണങ്ങളുടെ ആഘാതം കുറയ്ക്കും. ഭൂഗർഭ സൗകര്യങ്ങൾ വ്യോമാക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനാൽ ഇറാൻ്റെ മിസൈൽ ഡ്രോൺ സൈറ്റുകൾ ടാർഗറ്റ് ചെയ്യാറുള്ള ഇസ്രായേലിന് അത്ര പെട്ടെന്ന് ഈ ഭൂഗർഭ അറകളെ ടാർഗറ്റ് ചെയ്യാൻ കഴിഞ്ഞേക്കില്ല. ഇത് ഭൂഗർഭ സൗകര്യങ്ങൾ ഇറാൻ്റെ സൈനിക ശേഷിയെക്കുറിച്ചുള്ള കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ ഇസ്രായേലിൻ്റെ വഴിമുടക്കും.